ഹരേ കൃഷ്ണ. ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം നോക്കാം. ഐ സഖേ തവ ബാലക ജന്മമാം സുഖയതേദ്യ നിജാത്മജ ജന്മവത് ഇതി ഭവത് പിതൃതാമ്രജനായകേ സമധിരോപ്യ ശശംസതമാദരാത്. അപ്പോൾ ഇവിടെ വസുദേവരുടെ കൊട്ടാരത്തിൽ വന്ന നന്ദഗോപരോട് വസുദേവർ കുശലം ചോദിക്കുന്നതാണ് ഈ ഒരു ശ്ലോകത്തിൽ. ഐ സഖേ, അല്ലയോ കൂട്ടുകാരാ, അല്ലയോ സുഹൃത്തേ, തവ ബാലകജന്മമാം, തവ അങ്ങയ്ക്ക് ബാലകജന്മ, അങ്ങയ്ക്കൊരു ഉണ്ണി, ഒരു ബാലകൻ ഉണ്ടായതായിട്ട് ജന്മം കൊണ്ടുവെന്ന ഞാൻ അറിഞ്ഞു. അതാകട്ടെ ആ വാർത്ത, ആ സന്തോഷ വാർത്ത മാം എന്നെ സുഖയതേദ്യ, സുഖയതേ അദ്യാണ് സുഖയതേദ്യ. അദ്യ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ. ആ സന്തോഷ വാർത്ത ഇപ്പോൾ എന്നെ സുഖയതേ സന്തോഷിപ്പിക്കുന്നു, ആനന്ദിപ്പിക്കുന്നു. നോക്കൂ, വസുദേവർക്ക് എന്താണ് ഇതിൻ്റെ പിന്നിലെ പരമാർത്ഥമെന്ന് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ വേണ്ടത് മാത്രം വേണ്ടിടത്ത് മാത്രം പറയുക എന്നുള്ള ഒരു വിവേചന ബുദ്ധിയാണ് വസുദേവരവിടെ കാണിക്കുന്നത്. കാരണം ഭഗവാൻ വളരെ രഹസ്യമായി തന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച ഈ കർമ്മം തൽക്കാലം നന്ദഗോപർ അറിയേണ്ടതില്ല എന്ന് വസുദേവർക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഇതൊന്നും പുറത്തു വിടരുത്, പുറത്തു വിട്ടാൽ തൻ്റെ ഉണ്ണിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ, നന്ദഗോപരിൽ നിന്നും ഈ വാർത്ത ചോർന്നു പോയാൽ ഇത് ഭഗവാൻ തന്നെയാണ് നന്ദഗോപരുടെ ഉണ്ണിയായി അവിടെ കഴിയുന്നത് എന്ന് താൻ പറഞ്ഞാൽ, ഇത് തൻ്റെ ഉണ്ണിയാണ് എന്ന് ലോകമറിഞ്ഞാൽ, അത് കംസനിലെത്തിയാൽ അപകടം തൻ്റെ ഉണ്ണികൾക്കല്ലേ ഉണ്ടാവുക. അതുകൊണ്ട് ഇപ്പോൾ ഇത് നന്ദഗോപരോട് പറയണ്ട എന്ന് വസുദേവർ നിശ്ചയിച്ചു. അതുകൊണ്ട് പറയുകയാണ്, അല്ലയോ നന്ദഗോപരെ, അങ്ങയ്ക്കൊരു ഉണ്ണിയുണ്ടായ വിവരം ഇപ്പോൾ എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്നു, എന്നെ ഏറെ ആനന്ദിപ്പിക്കുന്നു. നിജാത്മജ ജന്മവത്, എങ്ങനെ? നിജ ആത്മജ ജന്മവത്, നിജ അതായത് ശരിക്കും ആത്മജ എനിക്ക് തന്നെ ഒരു ഉണ്ണിയുണ്ടായ പോലെ ഒരു സന്തോഷം. നിജാത്മജ ജന്മവത്, എനിക്കൊരു ഉണ്ണി ഉണ്ടായാൽ ഞാൻ എത്രമാത്രം സന്തോഷിക്കുമോ അത്രമാത്രം. അല്ലയോ നന്ദഗോപരെ, അങ്ങേക്കൊരു ഉണ്ണി ഉണ്ടായി എന്നറിഞ്ഞപ്പോൾ ഞാൻ ആ വാർത്ത എന്നെ അത്രയധികം ആനന്ദിപ്പിക്കുന്നു. ഇതി ഭവത് പിതൃതാമ്രജനായകേ, ഇതി ഇപ്രകാരം, ഭവത് പിതൃതാം ഭഗവാനെ, അങ്ങയുടെ പിതൃതാം എന്ന് പറഞ്ഞാൽ ആ പിതൃത്വം, വ്രജനായകേ, വ്രജത്തിന് ഗോകുലത്തിന് നായകനായിട്ടുള്ളവൻ, അതായത് അവിടുത്തെ നാട്ടുരാജാവാണ് നന്ദഗോപര്. അതുകൊണ്ട് ആ നന്ദഗോപരിൽ അങ്ങോട്ട് ആരോപിച്ചു കൊടുത്തു. സമധിരോപ്യ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ആരോപിച്ചു കൊടുത്തു. അതായത് ഇത് നന്ദഗോപരുടെ ഉണ്ണിയാണ് എന്നുള്ള രീതിയിലാണ് വസുദേവർ സംസാരിക്കുന്നത്. അപ്പോൾ തൻ്റെ ഉണ്ണിയുടെ പിതൃത്വം കൂടി താനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന ഭാവേന നന്ദഗോപരിൽ ആരോപിച്ചു കൊടുത്തിട്ട് നന്ദഗോപരോട് പറയുകയാണ്, അങ്ങയുടെ ഉണ്ണി പിറന്നു, അങ്ങയ്ക്കൊരു ഉണ്ണി പിറന്നു എന്ന് പറഞ്ഞപ്പോൾ അത് എനിക്ക് അത്യധികം ആനന്ദത്തെ ഉളവാക്കുന്നു. എപ്രകാരം എന്ന് വെച്ചാൽ, എനിക്കൊരു ഉണ്ണി ഉണ്ടായി എന്നിരിക്കട്ടെ, അതായത് എനിക്കുണ്ടായ ഉണ്ണികളൊക്കെയും കംസനാൽ വധിക്കപ്പെട്ടു. എന്നാൽ ഇനി എനിക്കൊരു ഉണ്ണി ഉണ്ടായി എന്നിരിക്കട്ടെ, അതെന്നെ എത്രമാത്രം ആനന്ദിപ്പിക്കും. എത്ര ഉണ്ണികളെ എനിക്ക് നഷ്ടപ്പെട്ടു, അതിനുശേഷം ഒരു ഉണ്ണി എനിക്ക് കിട്ടിയാൽ അത് എത്രമാത്രം എന്നെ ആനന്ദിപ്പിക്കുമോ. അതേപോലെ അല്ലയോ നന്ദഗോപരെ, അങ്ങേക്കൊരു ഉണ്ണി ഉണ്ടായി എന്നറിഞ്ഞപ്പോൾ എന്നെ അത് അത്യധികം ആനന്ദിപ്പിക്കുന്നു. ഇപ്രകാരമൊക്കെ പറഞ്ഞ തൻ്റെ ഉണ്ണിയുടെ അച്ഛൻ
നന്ദഗോപർ വിശ്വസിക്കുന്നത് പോലെ നന്ദഗോപർ തന്നെ എന്നുള്ള രീതിയിൽ സംഭാഷണം കൊണ്ടുപോയിട്ട് ശശംസതമാദരാത്, തമാദരാത്, ഭഗവാനെ അവിടുന്ന് അത്യധികം ആദരവോടുകൂടി തന്നെയാണ് ഇതൊക്കെ ശശംസ എന്ന് പറഞ്ഞാൽ പറഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നന്ദഗോപരെ അത്യധികം ആദരിച്ചുകൊണ്ട് തന്നെയാണ്, ആദരവ് അപ്പോഴും വാക്കുകളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. കാരണം ഭഗവാന്റെ പിതൃസ്ഥാനം, ഭഗവാന്റെ പിതാവാകാനുള്ള ഭാഗ്യം തനിക്ക് കിട്ടിയെങ്കിലും കിട്ടിയില്ല എന്ന അവസ്ഥയിൽ ആ ഭഗവാനെ ഒന്ന് കൈകളിലെടുത്ത് ലാളിക്കുവാൻ, ആ ഭഗവാന്റെ പിതാവായി വാഴുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നത് നന്ദഗോപർക്കാണ്. അത്യധികം ആദരവോടുകൂടി തന്നെയാണ് നന്ദഗോപരെ സ്വീകരിച്ചിരുത്തി ആ ഉണ്ണിയുടെ വിശേഷങ്ങൾ, ഒപ്പം തൻ്റെ ഉണ്ണിയും ഉണ്ടല്ലോ അവിടെ, രോഹിണീ ദേവിയിലുണ്ടായ പുത്രൻ ഒക്കെ അന്വേഷിക്കുന്നത്. അങ്ങനെ ആദരവോടുകൂടി തന്നെ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് സൽക്കരിച്ച്, അതേസമയം താൻ അറിഞ്ഞ തൻ്റെ ഉണ്ണികൾക്ക് കൂടി അപകടമായേക്കാവുന്ന ഒരു വാർത്തയെ കൂടി ഒന്ന് ബോധിപ്പിച്ചു. കാരണം ഏറെ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന രണ്ട് സുഹൃത്തുക്കളാകുമ്പോൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാൻ ഏറെയുണ്ടാകും. അപ്പോഴോ ഏറെ നേരം പോവുകയും ചെയ്യും. ഈ സത്യം താൻ അറിഞ്ഞ കംസനാൽ നടത്തപ്പെടുന്ന ഈയൊരു ക്രൂര ദൗത്യത്തെക്കുറിച്ചുള്ള വിവരം നന്ദഗോപരോട് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ നന്ദഗോപരെ എളുപ്പം വിടാൻ, തൻ്റെ ഉണ്ണികൾക്ക് സുരക്ഷിതനായി കാവലാളായി നിൽക്കേണ്ട നന്ദഗോപരെ തിരികെ അവരുടെ അടുത്തേക്ക്, നന്ദഗോപരുടെ നാട്ടിലേക്ക് പറഞ്ഞു വിടുവാൻ വസുദേവർക്ക് എളുപ്പം കഴിയുമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ ആ വിവരവും ധരിപ്പിച്ചു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഐ സഖേ തവ ബാലക ജന്മമാം സുഖയതേത്യ നിജാത്മജ ജന്മവത് ഇതി ഭവത് പിതൃതാം വ്രജനായകേ സമധിരോപ്യ ശശംസതമാദരാത്. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. സുഖയതേദ്യ, അവിടെ വിശ്ലേഷണമുള്ളത് കൊണ്ട് തന്നെ കാരം നീട്ടിയെടുക്കുക. അതുപോലെ നിജ ആത്മജ ആണ് ആ കാരം നീട്ടിയെടുക്കുക. തമാദരാത്, തം ആദരാതാണ്. അതുകൊണ്ട് തന്നെ മായയുടെ ആകാരം നീട്ടിയെടുക്കുക. ഇനി അടുത്തത് മൂന്നാമത്തെ ശ്ലോകമാണ്. ഇഹ ച സന്ധ്യ നിമിത്തശതാനി തേ കടകസീംനി തതോ ലഘുഗമ്യതാം ഇതി ച തദ്വചസാ വ്രജനായകോ ഭവദപായ ഭിയാദ്രുതമായയൗ. ഇഹ ച സന്ധ്യനിമിത്തശതാനി തേ, ഇഹ ഇവിടെയും, ഇഹ ച എന്ന് പറഞ്ഞാൽ അതായത് ഇവിടെയും, സന്ധ്യനിമിത്തശതാനി. അപ്പോൾ ഇതെല്ലാം നന്ദഗോപരെ ബോധ്യപ്പെടുത്തി ആദരവോടുകൂടി സന്തോഷത്തോടുകൂടി സൽക്കരിച്ചു. അപകട വാർത്ത, വരാവുന്ന ഒരു അപകടത്തെക്കുറിച്ചൊന്ന് സൂചിപ്പിച്ചു. ആ സമയത്ത് ഇഹച ഇവിടെയും സന്ധ്യനിമിത്തശതാനി, സന്ധി അനിമിത്തശതാനി. സന്ധി എന്ന് പറഞ്ഞാൽ ഉണ്ട്, അല്ലെങ്കിൽ കാണപ്പെട്ടു, ഉള്ളതായി, അതായത് എന്തൊക്കെയോ. അനിമിത്തശതാനി ദുർനിമിത്തങ്ങൾ. ശതാനി, ശതം എന്നാൽ 100, ശതാനി 100 കണക്കിന് എന്ന് പറഞ്ഞാൽ അനേകം ദുർനിമിത്തങ്ങൾ കൂടി ഇവിടെയും കാണുന്നുവല്ലോ. തേ കടകസീംനി തതോ ലഘുഗമ്യതാം. തേ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ, കടകസീംനി അങ്ങയുടെ വാസസ്ഥലത്ത്, അതായത് നന്ദഗോപരുടെ
വാസസ്ഥലത്തും അതായത് ഗോകുലത്തിലും അനേകം ദുർനിമിത്തങ്ങൾ ഞാൻ കാണുന്നുവല്ലോ, ഞാൻ അറിയുന്നുവല്ലോ, അവിടെയും എന്തൊക്കെയോ ദുർനിമിത്തങ്ങൾ കാണുന്നതായി ഞാൻ അറിയുന്നു എന്ന് വസുദേവർ നന്ദഗോപരോട് പറയുകയാണ്. നോക്കൂ, വസുദേവർക്ക് പലതും നമ്മൾ ഇന്ന് പറയില്ലേ 6th സെൻസ് എന്നൊക്കെ പറയും പോലെ പലതും മുൻകൂട്ടി മനസ്സിലാക്കുന്നുണ്ടായിരുന്നു, അറിയുവാൻ കഴിവുള്ള ആളായിരുന്നു. പറയുക, ഇവിടെ മധുരാപുരിയിൽ മാത്രമല്ല, അങ്ങേക്ക് ഈ മധുരാപുരിയിലും പല ദുർനിമിത്തങ്ങളുമുണ്ട്, അവിടെയും ഗോകുലത്തിലും പല ദുർനിമിത്തങ്ങളും കാണുവാൻ കഴിയുന്നു, അല്ലെങ്കിൽ വരാമെന്ന് കരുതുന്നു, അവിടെയും ഉണ്ടാകാമെന്ന് കരുതുന്നു. അതുകൊണ്ട് അങ്ങയുടെ ആ വാസസ്ഥലത്ത് ഗോകുലത്തിലേക്ക് തതോ ലഘുഗമ്യതാം, തതഹ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട്, ലഘുഗമ്യതാം വളരെ പെട്ടെന്ന് തന്നെ മടങ്ങിപ്പോയാലും ഇനി ഇവിടെ നിൽക്കുകയേ വേണ്ട. കംസൻ്റെ സഹായത്തിനായി ഉദ്യമിക്കപ്പെട്ട കുറേ അസുരഗണങ്ങൾ ഇങ്ങനെയുള്ള ദുഷ്കൃത്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയും അങ്ങേക്ക് കാണാം അനേകം ദുർനിമിത്തങ്ങൾ കാണുന്നുണ്ട് എന്ന് തന്നെയല്ല, ഗോകുലത്തിലും എന്തൊക്കെയോ ദുർനിമിത്തങ്ങൾ ഞാൻ കാണുന്നു. അങ്ങ് ശീഘ്രം തന്നെ പെട്ടെന്ന് തന്നെ തിരികെ പോയാലും അങ്ങനെയും ഇവിടെ അധിക സമയം ചിലവഴിക്കേണ്ട. ഇതി ച തദ്വചസ, ഇത് ഇപ്രകാരമുള്ള തദ്വചസ, വചസ വാക്കുകൾ കൊണ്ട്, വാക്കുകൾ കേട്ടിട്ട്, ആ വസുദേവരുടെ ഇപ്രകാരമുള്ള വാക്കുകളൊക്കെ കേട്ടിട്ട് വ്രജനായക നന്ദഗോപര് ഭവദപായഭിയ, ഭവത് എന്ന് പറഞ്ഞാൽ ഭഗവാനെ അവിടത്തേക്ക്, അതായത് തൻ്റെ ഉണ്ണിക്ക് അപായഭിയ, വല്ല ആപത്തും വരുമോ എന്ന ഭിയ ഭയപ്പെട്ടിട്ട് ദ്രുതമായയൗ, ദ്രുതം വളരെ പെട്ടെന്ന് തന്നെ ആയയൗ മടങ്ങിപ്പോയി. തനിക്ക് വസുദേവരുടെ കൂടെ കുറേ സമയം കൂടി ചിലവഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ താൻ ഈ കേട്ട വാർത്ത തന്നെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു. തന്നെയല്ല, വസുദേവരൊന്ന് ഓർമ്മിപ്പിച്ചുവല്ലോ, ഇവിടെയും ദുർനിമിത്തങ്ങൾ കാണുന്നു എന്ന്. തന്നെയല്ല, താൻ ഗോകുലത്തിലും എന്തൊക്കെയോ ദുർനിമിത്തങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അല്ലയോ നന്ദഗോപരെ, അങ്ങ് വളരെ പെട്ടെന്ന് തന്നെ മടങ്ങിപ്പോകൂ, ഇനി അധിക സമയം ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് നന്ദഗോപർക്ക് വസുദേവരുടെ അടുത്ത് നിന്ന് പോകുവാൻ മനസ്സനുവദിക്കുന്നില്ലെങ്കിലും മതിയായില്ല വസുദേവരോട് വിശേഷങ്ങൾ പറഞ്ഞിട്ട്. പക്ഷേ തൻ്റെ ഉണ്ണിയെക്കുറിച്ച് ഓർത്തപ്പോൾ എന്തോ ഒരു ഭയം. ഈ ദുർനിമിത്തങ്ങളൊക്കെ കാണുന്നു, കേൾക്കുന്നു, തൻ്റെ ഉണ്ണിക്ക് എന്തെങ്കിലും ആപത്ത് വരുമോ എന്നുള്ള ഭയം നിമിത്തം വളരെ പെട്ടെന്ന് തന്നെ വസുദേവരുടെ അടുത്തു നിന്നും നന്ദഗോപര് ഗോകുലത്തിലേക്ക് തിരികെ പോയി. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഇഹ ച സന്ധ്യ നിമിത്തശതാനി തേ കടകസീംനി തതോ ലഘുഗമ്യതാം ഇതി ച തദ്വചസാ വ്രജനായകോ ഭവദപായഭിയാ ദ്രുതമായയൗ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സന്ധി അനിമിത്ത ശതാനിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക. അതുപോലെ തദ്വചസ, തത് വചസ ആണ്. ആ വാക്കുകൾ കേട്ടിട്ട്, വസുദേവരുടെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടിട്ട്, അവിടെ ദ്വ എന്നുള്ളത് അങ്ങനെ തന്നെ വായിക്കാൻ ശ്രമിക്കുക, പദം പിരിക്കേണ്ടതില്ല. അതുപോലെ ഭവദപായഭിയ, ഭവത് അപായഭിയ ആണ്. ദായുടെ ഭവദപായ ദ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക. അതുപോലെ ദ്രുതമായയൗ, ദ്രുതം ആയയൗ ആണ്. മായുടെ ആകാരം നീട്ടിയെടുക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തത് 4ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.